ഹലോ പ്രിയ പ്രേക്ഷകരെ, വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് യഥാക്രമം, അതായത് ശരിയായ രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഷോർട്സ് നിങ്ങൾ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് ഷോർട്സ് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ തന്നെ ഇന്ന് നമുക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് ചില കാര്യങ്ങൾ മാത്രം. അതായത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രധാനമായും ഈ ഷോർട്സ് എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പലരും ഈ ഷോർട്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. വീഡിയോസ് ഓൺലി ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അത്തരത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീഡിയോസ് ഒക്കെ ഈ ഷോർട്സിന് വേണ്ടി അത്രയേറെ എഫേർട്ട് എടുക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസ് നേരെ മറിച്ച് ബ്യൂട്ടി ടിപ്സുകൾ, ഈ ഡാൻസ് സ്കിറ്റ്, അത്തരം വീഡിയോസ് ഒക്കെ ഷോർട്സിന് വേണ്ടി അവർ എഫേർട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് വ്യൂസ് കൂടുതലായി കിട്ടുന്നത് കാണാം. അതായത് ഇപ്പോൾ എസ്പെഷ്യലി ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എക്സ്പോസ് ഒക്കെ ചെയ്യുന്നത് കാരണം, അതായത് ഗേൾസിനെ കാണാൻ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും വരും എന്നുള്ള സ്ഥിതിക്കൊക്കെ ഷോർട്സിന് കുറച്ച് കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോസും ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ നമ്മൾ ഷോർട്സ് ഇടാം, പക്ഷെ അതിനുവേണ്ടി പ്രത്യേക എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിനുവേണ്ടി മാത്രമായിട്ട് വീഡിയോസ് ഇടാതിരിക്കുക. നിങ്ങൾ ആദ്യം കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് ഒക്കെ, കുക്കിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, ഈ റിയാക്ഷൻ വീഡിയോസ്, അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നവർ മെയിൻ വീഡിയോസിൽ മാത്രം, അതായത് മോണിറ്റൈസേഷൻ ആകാത്തവർ ദയവ് ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മെയിൻ വീഡിയോസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു ഭാഗമോ എടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി ചെറിയൊരു ഭാഗം ഷോർട്സിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് ഷോർട്സ് ഇട്ടിട്ട് അതിൽ ഒരു നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ ആയി കാണിക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അവിടെ പ്ലേ ബട്ടൺ പോലെ ഒരു പ്ലേ ചിഹ്നം കാണിക്കും, അത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഷോർട്സ് കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുന്നത് എന്നുള്ളത്. പിന്നെ പലരും ഷോർട്സ് ഇങ്ങനെ ഇടുന്നത് ഈ നമുക്ക് സബ് കൂടട്ടെ എന്നുള്ളതാണ്. ഈ സബ് നിങ്ങൾക്ക് കുറെ കൂടുകയും ചെയ്യും. പറയപ്പെടുന്ന ഷോർട്സ് നിങ്ങൾ വിചാരിച്ച ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്കൊരു 1K 2K 3K ആ ലെവലിൽ എല്ലാ വീഡിയോസിനും കിട്ടുന്നുണ്ട് ഷോർട്സ് എന്ന് കരുതി നിങ്ങൾ ഇത് എന്റെ വീഡിയോസ് എല്ലാം വൈറലാണ് എന്ന് വിചാരിക്കരുത്. ഷോർട്സ് വൈറൽ എന്ന് പറയുന്നത് മിനിമം ഒരു 250 200 എബോക്കെ മാത്രമേ നമുക്ക് ചെറിയ വൈറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഒരു 100K കിട്ടിയ ഷോർട്സുകൾ എത്ര എണ്ണം കൂട്ടി വെക്കണം? 1 കോടി 3 monthsനുള്ളിൽ ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 1 കോടി എന്ന് പറയുമ്പോൾ 10 മില്യൺസ്, അതിൽ 3 മില്യൺസ് നമുക്ക് ആദ്യം ആക്കിയെടുത്തതിന് ശേഷം പിന്നീട് 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു 7 ആക്കിയെടുത്താൽ മതി. അപ്പൊ ഞാൻ ഈ ഷോർട്സിന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് പറയാം. ഇനി നിങ്ങൾക്ക് ഈ ഷോർട്സിൽ നിന്നും കിട്ടുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് മെയിൻ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ അവർക്ക് പോകുന്നുണ്ടോ, അതും കൂടെ നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ പോകാത്ത ഒരു കാരണത്വം കൊണ്ട് ഈ സബ് കൊണ്ട് വലിയൊരു ഉപകാരമില്ല. ജസ്റ്റ് ഒരു കൗണ്ടായി മാത്രം വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് ഷോർട്സ് ഇട്ടോളൂ. അതുപോലെ ഈ വരുമാനത്തിന്റെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മൈനോട്ടായിട്ടുള്ള വരുമാനമാണ് ഈ ഷോർട്സിൽ നിന്നും വരുന്നത്. അതും ഇതും എന്താ പറയുക, ഒരു 10 മടങ്ങ് വ്യത്യാസമുണ്ട്. നമുക്ക് നല്ലൊരു വീഡിയോസ് ഇടുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ള അതിൽ നിന്ന് നിങ്ങളൊരു ഷോർട്സ് ഒരു 1 മില്യൺ പോയി കഴിഞ്ഞാൽ ഒരു $10-12 മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് തന്നെ ആ എഫേർട്ട് തന്നെ നിങ്ങൾ മെയിൻ വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50-നും 1.5 ലക്ഷത്തിന് ഇടയിലൊക്കെ ഉള്ള ഒരു എമൗണ്ട് വരും. നിങ്ങളുടെ വീഡിയോസിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ആയിരിക്കും അത് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ആ ഒരു എഫേർട്ടും ഈ ഒരു എഫേർട്ടും എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഷോർട്സിന് വേണ്ടി പ്രത്യേക എഫേർട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ മെയിൻ വീഡിയോസ് സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കൊരു ഭാഗം, ഒരു പോർഷൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിന് വേണ്ടി മൊബൈൽ ഒന്ന് ഇങ്ങനെ കുത്തനെ വെച്ച് പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തന്നെ ഷോർട്സ് ആക്കാൻ മതി. അതിന്റെ പ്രധാന അവസാന ഭാഗമോ ആദ്യ ഭാഗമോ ഒക്കെ ഷോർട്സ് ആക്കി ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ഏതായാലും ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് സബ് കൂടിയാണ്, വരുമാനമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വരുമാനമുണ്ട്, പക്ഷെ മറ്റതിനെ അപേക്ഷിച്ചു എന്താ പറയുക 90% അല്ലെങ്കിൽ 10% മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഷോർട്സിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഓൺ വോയിസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ
നിങ്ങളുടെ ശബ്ദം കുറച്ച് വെക്കാൻ, ശബ്ദം മാക്സിമം കൂട്ടി വെക്കുക എന്നുള്ളതാണ്. അതല്ല നിങ്ങൾക്ക് വെറും പാട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ശബ്ദം കുറച്ചെന്നല്ല മ്യൂട്ട് തന്നെ ആക്കി വെച്ചോളൂ. എന്നിട്ട് വീഡിയോസ് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ ശബ്ദം കുറക്കാൻ ശ്രമിച്ചാലും ഫുൾ സോങ്സ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശബ്ദം ഇവിടെ കുറയും. തീർച്ചയായിട്ടും അത് അത്തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ശബ്ദം കുറക്കാതെ യൂട്യൂബ് കുറക്കും എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ ഇട്ടാൽ ഒരുപക്ഷെ ഓൾറെഡി കോപ്പിറൈറ്റ് ഉള്ള ഒരു ഓഡിയോ ആയിരിക്കും നിങ്ങളുടെ ഈ ഷോർട്സിൽ ഉണ്ടാവുക. അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു സോങ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് മ്യൂട്ട് ചെയ്തിടാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഈ ഡെമോയിൽ പറഞ്ഞു തരാം. അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഓക്കെ, നമുക്ക് ഏതായാലും ഡെമോയിലേക്ക് പോകാം. നമ്മൾ അതിനു വേണ്ടി ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇതേ കാണുന്ന പ്ലസ് ബട്ടണിൽ നമ്മൾ അമർത്തുകയാണ്. പ്ലസ് ബട്ടണിൽ അമർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, ഇതിപ്പോൾ ഷോർട്സ് എന്ന ഏറ്റവും അടിയിൽ കാണാം. കുറച്ച് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇത് മെയിൻ വീഡിയോസ് ഇവിടെ വെച്ചാണ് മെയിൻ വീഡിയോസ് ചെയ്യുക. ഇനി കുറച്ചും കൂടെ ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കുക, ലൈവ് ഇവിടെ ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ്, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ എങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലൈവിനെ പറ്റി ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഷോർട്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഷോർട്സ് ഇതാ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഷോർട്സ് എന്നുള്ളത് അവിടെ ഞെക്കിയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വീഡിയോസ് ആഡ് എന്ന് അവിടെ കാണുന്നില്ലേ, അവിടുന്ന് ആഡ് എന്നുള്ള അവിടുന്ന് പോയിട്ട് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഷോർട്സ് അവിടെ കിടക്കുന്നുണ്ട് 3 എണ്ണം. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മളതിൻ്റെ ശബ്ദം മ്യൂട്ടാക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ശബ്ദം മ്യൂട്ടാണ്. അപ്പോൾ ആ ശബ്ദം മ്യൂട്ടായിട്ടുള്ള ആ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് പ്രോസസ്സിങ് എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് നെക്കി അത് പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ആഡ് സോങ്സ് എന്ന് കാണാൻ കഴിയും. അവിടെ നിന്നാണ് നമ്മൾ സോങ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലായിട്ട് ആഡ് സോങ്സ് എന്നുള്ളത്. ഇവിടെ നിന്ന് നമ്മളൊരു സോങ്സ് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അടിയിൽ കാണുന്ന റെക്കമെൻഡഡ് സോങ്സ് എന്ന് കാണിക്കുന്നില്ലേ, ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സുകളാണ് ഇപ്പോൾ നമുക്ക് ആദ്യം കാണിച്ചു തരുന്നതൊക്കെ. അപ്പോൾ നമ്മളൊരു ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സോങ്സ് സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് എടുത്ത് ചെയ്യുക. കാരണം അതെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാനിവിടെ ഇടുന്നത് സമ്മർ ഇൻ ബത്ലേഹം എന്ന് പറഞ്ഞൊരു സിനിമയിലെ എത്രയോ ജന്മമായി എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു സോങ്സ് സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം എത്രയോ ജന്മമായി. ഓക്കെ, ഓക്കെ, അത് സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ ആ പാട്ട് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഒരു സോങ്സ് ഒരു സോങ്സ് എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടിക്കും നമ്മൾ, അതാണ് പാട്ട്. ഓക്കെ, ഇനി നമ്മളിത് ഇവിടെ ആ ഒരു നമ്മുടെ പണ്ട് ഉണ്ടാക്കി വെച്ച തമ്പനയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൽ നമ്മൾ അവസാനം ഇങ്ങനെ എഴുതിയിട്ടിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ, എനിക്ക് സബ് ചെയ്യണേ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ പെൻസിലിൻ്റെ ഭാഗത്ത് നീക്കി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞു അതും സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് അന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എഴുതി വെച്ചത് കാരണം നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ അവിടെ ഏറ്റവും മുകളിലായിട്ട് ക്യാപ്ഷൻ യുവർ ഷോർട്സ് എന്ന് എഴുതി കാണുന്നില്ലേ, അവിടെ നമ്മളൊരു ക്യാപ്ഷൻ എഴുതണം. അതിനുവേണ്ടി നമ്മൾ ഈ പാട്ടിൻ്റെ തന്നെ ഒരു വരി തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ അത് എത്രയോ ജന്മമായി എന്നുള്ള ഒരു ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നേരെ അടിയിലേക്ക് വന്ന് നമ്മൾ അത് അൺലിസ്റ്റഡ് ആണോ എന്ന് നോക്കി. അൺലിസ്റ്റഡ് ആണ്. ലൊക്കേഷൻ നമ്മൾ കേരള എന്ന് കൊടുക്കാം. കേരള എന്ന് ലൊക്കേഷനും കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഇത് മേഡ് ഫോർ കിഡ്സ് ആണോ എന്നുള്ളത് നോക്കുന്നു. അല്ല, അപ്പോൾ നോ ഇറ്റ് ഈസ് മേഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു. ഇനി ഈ പറയുന്ന കാര്യം റിലേറ്റഡ്
വീഡിയോസ്. അതായത് നമുക്ക് ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് നമുക്ക് ഒരുപാട് വീഡിയോസ് ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ലിങ്കുകൾ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഒരു ഷോർട്സിൽ നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോസ് കാണണമെങ്കിലൊക്കെ ഇതേപോലെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഓരോരോ വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നില്ലേ, ഇതേപോലെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം പ്ലേ ബട്ടണിൽ. ഇപ്പോൾ ഇതാകുമ്പോൾ ഇനി മറ്റൊരു വീഡിയോസ് ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ, ഇനി എളുപ്പമാക്കാം എഡിറ്റിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ നമുക്ക് അവിടെ ആ ഒരു ഇനി ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ പ്ലേ നിൽക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അവിടെ അടുത്ത ഓപ്ഷൻ വീഡിയോ നമ്മൾ നോക്കുന്നു അൾട്ടേഡ് കണ്ടൻ്റ് ആണോ എന്ന് നോക്കുന്നു. അതല്ലാന്ന് എഴുതി അലോ കണ്ടൻറ്റ് എന്നുള്ളത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് എന്നുള്ളത് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് നോക്കേണ്ടത് നേരെ വീണ്ടും തിരിച്ച് വന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് ഇനി. ഓക്കെ, ഇത് വീഡിയോസ് സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫില്ലാകും, ആ ഒരു ബ്ലൂ ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് YT സ്റ്റുഡിയോയിലേക്കാണ്. YT സ്റ്റുഡിയോയിലാണ് ഇനി ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ കിടക്കുന്നത്. അങ്ങനെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. നമ്മൾ കണ്ടൻറ്റ് എന്നുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ നെക്കി എൻ്റെ എല്ലാവിധ സബ് കൗണ്ടിങ് ഒക്കെ കാണാൻ കഴിയും. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് അവിടെ കണ്ടൻറ്റ് എന്നുള്ള ആ ഭാഗത്ത് ഞെക്കി കഴിഞ്ഞപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതേ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയുടെ മുകളിൽ ഷോർട്ട് വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നെക്കിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ വീഡിയോയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു പാനയുടെ ഒരു ചിഹ്നം കാണാം. ആ പാനയുടെ ചിഹ്നത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി അത് അൺലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഉള്ളത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്പോൾ ഞാനവിടെ ഡിസ്ക്രിപ്ഷന് എഴുതിയിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ എന്നാണ് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടിയിലാണ് നമ്മൾ ഹാഷ്ടാഗുകൾ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അല്ലാതെ ഹാഷ്ടാഗുകൾ ഇടുമ്പോൾ ഇങ്ങനെ ഒരു നിരയായിട്ടിടാതെ അടിയിലായിട്ടിടുക. അപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്നൊക്കെ കൊടുക്കുന്നു. നമ്മുടെ സോങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മലയാളം സോങ്സുകൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗുകളാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ഹാഷ്ടാഗുകൾ കൊടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഹാഷ്ടാഗുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഒരു 4 ഹാഷ്ടാഗ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം സോങ്സ് എന്നുള്ളതാണ് അവസാനം, മലയാളത്തിൽ തന്നെയാണ് ഞാൻ ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കാര്യങ്ങൾ ഇട്ടു, അത് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ ഹാഷ്ടാഗും എഴുതി. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് ഓൺ ആണോ നോക്കി. അപ്പോൾ അത് ഓൺ തന്നെയാണ്. അതിനുശേഷം നേരെ കുറച്ചും കൂടെ അടിയിലേക്ക് വന്നിട്ട് നമ്മുടെ കാറ്റഗറീസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. കാറ്റഗറീസ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നാണ് കാറ്റഗറീസ് കൊടുത്തിട്ടുള്ളത്. ഈ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് തരം വീഡിയോസ് ആണോ ഇടുന്നത് അതിനെ ബേസ് ചെയ്ത് കാറ്റഗറീസും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, കാർ ആൻഡ് ബൈക്കിൾസ്, കോമഡി, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമിങ്, ഏറ്റവും അടിയിലേക്ക് വന്ന സ്പോർട്സ്, ട്രാവൽ ആൻഡ് ഈവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറീസ് ഒരുപാട് കിടക്കുന്നുണ്ട്. ഞാൻ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്താണോ അനുയോജ്യം, പാട്ടാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്നുള്ള രൂപത്തിലൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അനുസരിച്ചാണ് കാറ്റഗറീസ് എടുക്കേണ്ടത്. നമ്മൾ കാറ്റഗറീസ് കൊടുത്തു. അടുത്തത് അലോ എൻബഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അത് ഓപ്ഷൻ ഒഴിവാക്കണം. ടിക്ക് നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, അങ്ങനെ അലോ എൻബഡിയുടെ ആ ഒരു ടിക്കും ഒഴിവാക്കി നമ്മൾ വീണ്ടും ബാക്ക് അടിച്ചിട്ട് ഇങ്ങനെ നോക്കി. ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതായത് ആഡ് ടാഗ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ മേലക്കല്ലേ ക്രിയേറ്റഡ് ടാഗ് എന്നുള്ള, അവിടെ ആ ആഡ് ടാഗിൻ്റെ അവിടെയാണ് നമ്മൾ കീവേഡ്സുകൾ കൊടുക്കേണ്ടത്. അത് വ്യക്തമായിട്ട് കീവേഡ്സുകൾ അവിടെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ മലയാളം സോങ്സ് എന്നുള്ളത് കൊടുത്തു, മലയാളം പാട്ടുകൾ, ട്രെൻഡിങ് ഷോർട്സ്, വെറൈറ്റി ഷോർട്സ്, ഹിറ്റ് ഷോർട്സ്, സൂപ്പർ ഷോർട്സ്, വൈറൽ ഷോർട്സ്,
ഇങ്ങനെ കീവേഡ്സുകൾ ഇങ്ങനെ കൊടുത്തു പോകാം. അത് നിങ്ങളുടെ വീഡിയോ എന്താണോ ആവശ്യം, നിങ്ങളെ വീഡിയോസ് എങ്ങനെ സെർച്ച് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കീവേഡ്സുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരുവിധം എല്ലാ സെറ്റിങ്സും നമ്മൾ ചെയ്തു വെച്ചു. ഇനി പബ്ലിക് എന്നുള്ള ഒരു ഓപ്ഷൻ നെക്കുന്നു. എല്ലാം സെറ്റായി. ഇനി ആ സേവ്, ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്നുള്ള സംഭവം നമ്മൾ ഓക്കെ അടിക്കുന്നതോടുകൂടി വീഡിയോ നമ്മുടേത് പബ്ലിക് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനമായിട്ട് എല്ലാം ഒന്നും കൂടെ കണ്ണോടിച്ച് എല്ലാം ഓക്കെയാണ്. സേവ് എന്നുള്ള ബട്ടൺ അമർത്തുന്നു. വീഡിയോ പബ്ലിക് ആകുന്നു. പ്രഷർ അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് നിങ്ങൾക്ക് ഷോർട്സ് യഥാക്രമം എങ്ങനെയാണ് ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നത് ഉള്ളത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് സമയമില്ലാത്ത മെയിൻ വീഡിയോസ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ളത് നിങ്ങളെ യൂട്യൂബിന്റെ ഗ്രോത്ത് എന്നതിനപ്പുറം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നതിനെ കുറിച്ചാണ്. അതുപോലെ നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം, ഏറ്റവും ഈസി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു പലർക്കും, അതായത് മെയിൻ വീഡിയോസ് ആയിരിക്കും. 4000 മണിക്കൂറിന് നമുക്ക് വേണ്ടി 365 ദിവസം നമുക്ക് വേണ്ടി സമയമുണ്ട്. നേരെ മറിച്ച് ഈ 90 ദിവസം, അതായത് 3 മാസത്തിനുള്ളിൽ 10 മില്യൺസ് എന്ന് പറയുന്നത് പലർക്കും അപ്രാപ്യമാണ്. പലർക്കും അപ്രാപ്യം എന്ന് പറയാൻ കാരണം ഈ ഷോർട്സ് ഇടുന്നവരുടെ ഓരോരുത്തരുടെ കണ്ടന്റിനനുസരിച്ചായിരിക്കും. നിങ്ങൾ ആകാംക്ഷ നിറഞ്ഞ ഒരൊറ്റ കണ്ടന്റ് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് 3 മില്യൺസും 10 മില്യൺസും ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ഷോർട്സ് കൊണ്ട് എന്റെ ഇതിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാൻ പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം, കാണിച്ചു തരാം. ഈ ഒറ്റ ഷോർട്സ് കൊണ്ട് മോണിറ്റൈസേഷൻ ആയവരുണ്ട്. അപ്പൊ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലൊരു ആകാംക്ഷ, ജനങ്ങൾ അത്രയും ത്രസിപ്പിക്കുന്ന, കാണാൻ കണ്ണിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരൊറ്റ വീഡിയോസ് കൊണ്ട് ഷോർട്സ് മോണിറ്റൈസേഷൻ 10 മില്യൺസ് കിട്ടിയവരുണ്ട്, 1 മില്യൺസ് 2 മില്യൺസ് അങ്ങനെ കയറി പോകുന്നു. പക്ഷെ ഈ സാധാരണക്കാരായ ടിപ്സുകളും ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതാവുമ്പോൾ നമുക്ക് പടിപടിയായി നമ്മുടെ വളർച്ചയെ ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. എനിക്ക് ഇത്ര മണിക്കൂറായി, ഇനി ഇത്രയും ഉണ്ടാക്കണം, എനിക്ക് ഇതിന് ഇത്ര സമയമുണ്ട്, 365 ദിവസമുണ്ട് എന്നുള്ളത്. ഒരു യഥാർത്ഥ ക്രിയേറ്റർ, യഥാർത്ഥ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് മാക്സിമം എന്താ പറയുക, റെഗുലർ ആയിട്ട് ഇടുന്നവർക്കൊക്കെ ഒരു 6 മാസമൊക്കെ മതിയാവുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു. കണ്ടന്റ് ഇപ്പൊ ഞാനൊക്കെ കണ്ടന്റ് ഇപ്പൊ ഏകദേശം യൂട്യൂബ് തുടങ്ങി 4 മാസത്തോളമായി. പക്ഷെ ഞാൻ ഇട്ട കണ്ടന്റ് വെറും 20 22 കണ്ടന്റ് മാത്രമായിരിക്കും. കാരണം നമുക്ക് ഇതൊരു മെയിൻ ഇതെല്ലാം നമ്മളൊരു ഇത് വരുമാനം എന്നതിനുപരി നമ്മളൊരു പാഷൻ എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ചാനലിൽ ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സബ് ചെയ്ത ഒരു ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും അത്. അപ്പൊ അത്തരത്തിലല്ലാതെ നിങ്ങൾ നിരന്തരമായിട്ട് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിടുക എന്ന് ഞാൻ പറയുന്നത്. ഈ കൺസിസ്റ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസവും വീഡിയോസ് ഇടുക എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. 2 ദിവസത്തിൽ ഒരു വീഡിയോസ് ഇടുന്നവൻ അതേ ഫോളോ ചെയ്തു പോയാൽ അതാണ് അവന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 വീഡിയോസ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോവുക. ഇനി ദിവസവും 2 വീഡിയോസ് ഇടുന്നവനാണെങ്കിൽ അടുത്ത ദിവസവും 2 വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതിന്റെ അടുത്ത ദിവസം അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഓർഡർ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് പറയാൻ കാരണം ഒരു പ്രബലമായ ഒരു യൂട്യൂബർ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ചർച്ചയിൽ ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊരു 4 ദിവസമായിട്ട് പനി പിടിച്ച് കിടക്കുകയായിരുന്നു. കാരണം അവരെല്ലാ വീഡിയോസിലും അവരിത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ നിരന്തരം വീഡിയോസ് ഇടുക, ഡെയിലി വീഡിയോസ് ഇടുക എന്നുള്ളത്. അപ്പൊ ഞാൻ അവരുടെ കമന്റ് ബോക്സ് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ അതില് പിന്നെ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത്, 4 ദിവസമായിട്ട് ഞാനിങ്ങനെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഈ പനി പിടിച്ച എന്റെ അവസ്ഥ യൂട്യൂബിനൊന്ന് അറിയിക്കാൻ പറ്റും, ഞാൻ പനി ആയതുകൊണ്ടാണ് എനിക്ക് കണ്ടന്റ് ഇടാത്തത് എന്നുള്ളത് യൂട്യൂബിനെ എങ്ങനെ അറിയിക്കാം എന്നാണ് അവർ ഇട്ട കമന്റ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ വീഡിയോസ് തുടർച്ചയായി ഇടുക എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോസ് ഇടാൻ പറ്റുന്നത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 2 ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ വീഡിയോസ് ഇടണം. ആഴ്ചയിൽ പിന്നെ 3 വീഡിയോസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡെയിലി ഓരോരോ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ ഡെയിലി ഓരോന്ന് ഇട്ട് പോകണം. അല്ലെങ്കിൽ ഡേ ബൈ ഡേ ആണെന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം പോണം. ഇനി പറ്റിയില്ല എന്ന് കരുതിയിട്ടൊന്നും അത് വലിയൊരു വിഷയമൊന്നുമല്ല. ഇന്ന് ഞാൻ വീഡിയോസ് ഇട്ടില്ലല്ലോ എന്ന് കരുതി എന്തെങ്കിലും വീഡിയോസ് കൊണ്ടേ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ എന്താ പറയാ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്.
നാളെ വീഡിയോസ് ഇടാൻ പറ്റിയില്ലേ, നോ പ്രോബ്ലം, മറ്റന്നാൾ ഇട്ടോളൂ. ഒരു വലിയൊരു ഗ്യാപ്പ് എടുക്കരുത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 20 ദിവസം ഒക്കെ അത്തരത്തിലുള്ള നീണ്ട ഒരു ഗ്യാപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് എടുത്തെന്ന് കരുതിയിട്ട് വലിയൊരു ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ ചാനലിൽ സംഭവിക്കാൻ പോകണമെന്നില്ല. ആ ട്രാഫിക് നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഞാനത് പറയാൻ കാരണം, ഇന്ന് കണ്ടന്റ് ഇട്ടു, ഇനി നാളെ എന്ത് കണ്ടന്റ് ഇടണം, നാളത്തെ കണ്ടന്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് നമ്മൾ പറമ്പിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ട് ജനങ്ങളെ വെറുപ്പിക്കാനോ നിന്ന് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ആൾക്കാർ കണ്ടെന്ന് വരില്ല. ഒരു പക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാതെ ഇടുന്ന പല വീഡിയോസുമാണ് നമുക്ക് അബദ്ധം ആവുന്നത്. അവൻ്റെത് കണ്ടിട്ടും ഇവൻ്റെത് കണ്ടിട്ടും ഒക്കെ മാന്തി എടുക്കുന്ന വീഡിയോസ് കൂടുതലിട്ട് ഇങ്ങോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ നമ്മൾ വിഡ്ഢികളാവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു നിങ്ങൾ ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോസിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ വീഡിയോസിനോട് തന്നെ വീഡിയോസ് ഇടാൻ തന്നെ നിങ്ങൾക്ക് ഒരു മനമടുപ്പ് വരും. എന്ത് കണ്ടന്റ് ആണോ ഇടുന്നത് അത് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്കത് ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കീപ്പ് ചെയ്തോളൂ, പക്ഷെ ഞാൻ പറയുന്ന ഈ രൂപത്തിലായിരിക്കണം എന്നുള്ളൂ. 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടെന്ന് കരുതിയിട്ടൊന്നും ഒരു കുഴപ്പവുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള ഷോർട്സിന്റെ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മൈൻഡിൽ എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഗേൾസിന്റെ ആയാലും അവരുടെയൊക്കെ ആയാലും മെയിൻ വീഡിയോസിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മെയിൻ വീഡിയോസിന്റെ സബിലേക്കാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പോകുന്നത്, റെക്കമെൻഡേഷൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഷോർട്സിന്റെ ഇതിലേക്ക് ഒരിക്കലും റെക്കമെൻഡേഷൻ അങ്ങനെ പോകുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ മെയിൻ വീഡിയോസിൽ നിന്ന് സബ് ഉണ്ടാക്കുക ായിരിക്കും കുറച്ചും കൂടി ഓർഗാനിക് എന്നൊക്കെ പറയുന്നത്. ഷോർട്സിൽ എങ്ങനെയാണ് സബ് വരുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ കുറച്ചും കൂടെ വിശദമായി പറയേണ്ടതുള്ളത് കൊണ്ട് അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഷോർട്സിൽ ഒരിക്കലും നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുത്ത അതേപടി അങ്ങോട്ട് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ മില്യൺസ് ആയേക്കാം, വ്യൂസ് വന്നേക്കാം, വ്യൂസ് വരാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഷോർട്സിലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക, ടാഗ് ലൈൻസുകൾ, ഈ കീവേഡ്സുകൾ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഷോർട്സിലും ഉപയോഗിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സെർച്ച് എന്തെങ്കിലും ഹൗ ടു മോണിറ്റൈസേഷൻ എന്നുള്ളത് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഷോർട്ട് വീഡിയോസ് ആയിട്ടും കാണിച്ചു തരും, അതുപോലെ തന്നെ മെയിൻ വീഡിയോസ് ആയിട്ടും കാണിച്ചു തരും. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒറിജിനൽ ആ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ കാണുന്ന വീഡിയോയുടെ ഒറിജിനൽ ആൾക്കാർ തീർച്ചയായിട്ടും അവർ കീവേഡ്സ് ഉപയോഗിച്ചത് കൊണ്ടാണ് ആ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിൽ കീവേഡ്സുകൾ ഇതിനും ഉപയോഗിക്കും കേട്ടോ. പലരും അതൊന്നും ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടിട്ട് ഷോർട്സ് തട്ടുന്നതാണ്. അത് ശരിയായ രീതിയല്ല, അത് മനസ്സിലാക്കുക. കാരണം ഫ്യൂച്ചറിൽ ആ വീഡിയോസ് പിന്നീട് പലർക്കും പല ഷോർട്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 400-500ലേക്ക് പോയിട്ട് ഇങ്ങനെ ജാമായിട്ട് അവിടെ നിൽക്കും, പിന്നെ ഇളകില്ല. നേരെ മറിച്ച് മറ്റു ചിലരുടെ വീഡിയോസ് അടുത്ത ദിവസം 1-2-3 ആൾക്കാരായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റണ്ണായി പോകുന്നുണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കീവേഡ്സ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വീഡിയോയുടെ റെക്കമെൻഡേഷൻ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസ് സെർച്ചിങ്ങിലൂടെ ആൾക്കാർ കാണും. ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് എങ്ങനെ ഇപ്പൊ കിച്ചൺ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് അവൻ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്ന് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോർട്സ് ആയിരിക്കും കയറി ചെല്ലുന്നത്. അപ്പൊ അത് കാണും. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ഒരു കീവേഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് ഒരിക്കലും അങ്ങോട്ട് റെക്കമെൻഡേഷനിൽ കയറി നിൽക്കാറില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹാഷ്ടാഗും ഇതൊക്കെ ഇതിനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കൽ കൂടി പറയുന്നു. വീഡിയോയുടെ ലെങ്ത് ഇതും കൂടിയോ എന്ന് സംശയമുണ്ട്. ഞാൻ അങ്ങനെയാണ് പൊതുവെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. കാരണം എന്നെ ഫോൺ ചെയ്ത് വിളിച്ച ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവരുടെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചാൽ അത്തരത്തിൽ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ വീഡിയോസിന്റെ ലെങ്ത് എല്ലാത്തിനും ഇങ്ങനെ കൂടി വരുന്നത്. ഓക്കെ, ഞാൻ അത് ശ്രദ്ധിക്കാം. ഏതായാലും പലർക്കും ബോറടിക്കുന്നുണ്ടെന്ന് അറിയാം. ഏതായാലും നമുക്ക് ഇനി അടുത്ത നല്ലൊരു വിഷയമായി നമുക്ക് അടുത്ത കണ്ടന്റിൽ കാണാം. അതുവരേക്കും ബൈ.